പ്രിയ നമ്മുടെ ഗ്രൂപ്പ് അംഗങ്ങളെ, ഗ്രൂപ്പിന് അതീതമായി പുറത്തു നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏകീകൃത വിശുദ്ധ കുർബാനയ്ക്ക് അനുകൂലമായി ചിന്തിക്കുന്ന വിശ്വാസി സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ ഡോക്ടർ എം പി ജോർജ്. ഞാൻ ഈ പറയുന്ന ഇപ്പോൾ ഈ ഇതിലൊരു വോയിസ് ഇടുന്നത് നമ്മുടെ മഞ്ഞപ്ര ഫെറോനയിലെ പറഞ്ഞു കേൾക്കുന്ന അതായത് വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതായത് സഹവികാരിയായിട്ടുള്ള ജെഫി അച്ഛനോ, ജെഫി എന്ന് പറയുന്ന വൈദികനെന്ന് ഞാൻ കൃത്യമായിട്ട് ഇപ്പോൾ പറയുന്നില്ല, അദ്ദേഹവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹം ഇപ്പോൾ പരാതി എഴുതി മാപ്പപേക്ഷ നടത്തുന്നു. അത് പരിഗണിച്ച് നമ്മുടെ സഭയിൽ അദ്ദേഹത്തിനെ ചേർക്കണം എന്ന് വാദിക്കുന്നവരുണ്ട്, അതിനെ ചേർക്കണ്ട എന്ന് വാദിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിന് അവസരം കൊടുക്കരുതെന്ന് വാദിക്കുന്നവരുണ്ട്. ഒപ്പം ഊരക്കാടൻ അച്ഛൻ്റെ, അതായത് ഫറോന വികാരിയും ഒപ്പം ഇടവക വികാരിയും, രണ്ട് അധികാരങ്ങളുള്ള ഊരക്കാടൻ അച്ഛൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട വിഷയവും ആരും പറഞ്ഞിട്ടില്ല. ഞാനത് ഒന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ രണ്ട് വിഷയത്തിലും ഒന്ന്, നമ്മുടെ സഭ എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളിലെ സംവിധാനത്തിനെ പോലെയോ ഒരു മിലിറ്ററി സംവിധാനത്തിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സംഘടനാ സംവിധാനത്തിനെ പോലെയുള്ള ഒരു സംവിധാനമല്ലല്ലോ നമ്മുടെ സഭയുടെ സംവിധാനം. അത് കർത്താവ് ഈശോമിശിഹായുടെ ആശയങ്ങളും വചനങ്ങളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ സഭ, ആഗോള കത്തോലിക്ക സഭ എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന സിറോ മലബാർ സഭയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആഗോള കത്തോലിക്ക സഭയിലായി പോലും ഒരു സഭ, നമ്മുടെ സഭയിൽ ഒരാൾ തെറ്റ് ചെയ്താൽ അത് തെറ്റ് പറ്റിയെന്ന് ഏറ്റുപറയാൻ തയ്യാറായാൽ മാപ്പ് കൊടുക്കാൻ തീർച്ചയായിട്ടും അതിന് ഉത്തരവാദിത്തപ്പെട്ടവർക്ക്, അധികാരികൾക്ക് അധികാരമുണ്ട്. അവകാശമല്ല, അധികാരമുണ്ട്. കാര്യം നിരുപാധികം അദ്ദേഹത്തിന് തെറ്റുപറ്റിയെങ്കിൽ ഖേദം രേഖപ്പെടുത്തുകയും മാപ്പപേക്ഷ നടത്തിയാൽ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ അത് പൊറുക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഒരുക്കാൻ നമ്മുടെ അധികാരികൾക്കുണ്ട്. അധികാരികൾ മീൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്കോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്ററോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കുരിയങ്ങൾക്കോ അതിനുള്ള അധികാരമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഇങ്ങനെ തെറ്റുകൾ ആളുകൾക്ക് പറ്റാം, എനിക്കും പറ്റാം, നിങ്ങൾക്കും പറ്റാം, മറ്റുള്ളവർക്കും പറ്റാം. ഈ പറയുന്ന ജെഫി അച്ഛൻ എന്ന് പറയുന്ന, ജെഫി അച്ഛൻ എന്നല്ല, ജെഫി എന്ന് പറയുന്ന ആൾക്കും പറ്റാം. ആ തെറ്റുകൾ നമ്മൾ പൊറുക്കാൻ നമ്മുടെ സഭാ നേതൃത്വം തയ്യാറാവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ലക്ഷണമായിട്ടേ നമ്മൾ കാണേണ്ടതാണെന്ന് ആ ഒരു കാര്യത്തിൽ എനിക്ക് എൻ്റെ അഭിപ്രായം അതാണ്. കാരണം വലിയ വാശി പിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഈ വെറുതെ കാര്യം സാധിക്കാൻ വേണ്ടി നേരത്തെ നമ്മുടെ 8 ഡീക്കന്മാർ സഭയോടൊപ്പം നിന്ന് കാര്യങ്ങൾ കുർബാന ചൊല്ലിക്കൊള്ളാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്ത്, സഭ നിർദ്ദേശിച്ച മാതിരി അനുസരിച്ചോളാം എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തതിന് ശേഷം മറുകണ്ഠം ചാടിയ മാതിരി കാര്യം നടക്കാൻ വേണ്ടി അകത്ത് കയറുന്നതിന് ശേഷം പൊഞ്ഞനം കുത്താൻ വേണ്ടിയിട്ടാണോ വരുന്നതെന്ന് അതിന് അവസരം കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത് ക്ഷമിക്കുന്ന അധികാരികൾ ചിന്തിക്കട്ടെ, അവർ പരിശോധിക്കട്ടെ. അതാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഈ മഞ്ഞപ്പുറയിലുണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ, ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ടെന്നുള്ളതല്ലാണ്ട് കൂടുതൽ പരിചയപ്പെട്ടിട്ടില്ല. 2-3 പ്രാവശ്യം വിളിക്കാൻ ശ്രമിച്ചു, അദ്ദേഹം ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള സഭയോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന വൈദികൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് ഒരു കർത്തവ്യബോധം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അത് നഷ്ടപ്പെട്ടുവോ ഈ ഒരു അവസരത്തിൽ? അതായത് നമ്മുടെ ഈ മഞ്ഞപ്പുറ പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടുവോ എന്ന് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ പുറത്തുനിന്ന് ചിന്തിക്കുന്ന ആളുകളെന്ന നിലയ്ക്ക് അത് നഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കാരണം അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ നമ്മുടെ പള്ളികളിലൊക്കെ
സഹവികാരിമാരോ അല്ലെങ്കിൽ പുറത്തു നിന്ന വൈദികരോ ഒക്കെ കുർബാന എത്തിക്കാറുണ്ട് പലപ്പോഴും. അവിടെയൊക്കെ നമ്മുടെ വികാരിയച്ഛൻ അവിടെ ഉണ്ടെങ്കിൽ ആ വികാരിയച്ഛനാണ് അറിയിപ്പുകളും നമ്മുടെ സഭയുടെ സർക്കുലറുകളൊക്കെ വായിക്കുകയോ അല്ലെങ്കിൽ സന്ദേശങ്ങൾ അറിയിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ വികാരിയച്ഛന്മാരാണ് അവിടെ ഉള്ള സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ ഒരു അച്ഛൻ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ഈ വികാരിയുടെ കുർബാന മധ്യേ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അതിനെ എതിർക്കുകയും മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്യുന്നത് തികഞ്ഞ തെറ്റ് ആയിട്ടാണ് ഞാൻ വ്യക്തിപരമായി അതിനെ വിലയിരുത്തുന്നത്. പക്ഷെ അതുകൊണ്ട് അതിന് അച്ഛനെ നമ്മുടെ വികാരി അച്ഛനെ ആക്ഷേപിച്ചു എന്നുള്ള നിലയ്ക്ക്, പ്രത്യേകിച്ച് സഭയോടൊപ്പം നിൽക്കുന്ന മാർപ്പാപ്പയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിനെ ആക്ഷേപിച്ചു എന്നുള്ള നിലയ്ക്ക് വളരെ കൃത്യമായി നമ്മുടെ മഞ്ഞപ്പുറ ഫൊറോനയിലെ നമ്മുടെ സംഘടനാ സംവിധാനത്തോടൊപ്പം നിൽക്കുന്നവരും ഈ സഭയെ സ്നേഹിക്കുന്നവരായിട്ടുള്ള ആളുകൾ വളരെ കൃത്യമായി സമയോചിതമായി ഇടപെടൽ നടത്തുകയും അത് നമ്മുടെ കുരിയ നേതൃത്വത്തിനെ ആ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തതിൽ വിളിച്ചതിൽ വളരെ കൃത്യമായ രീതിയിൽ സെക്കൻഡുകൾക്കകം നടപടി അവിടെ വരികയുണ്ടായി. അപ്പോൾ നമ്മളതിനെ കുരിയ അംഗങ്ങളെ അതിന് പ്രത്യേകം പ്രശംസിക്കണം. അതായത് സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് ആ വൈദികനെ ആക്ഷേപിക്കാൻ തയ്യാറായ സഹവികാരിക്കെതിരായിട്ട് കുരിയയും അതുപോലെ തന്നെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും നടപടിയെടുക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അതിനെ പ്രശംസിക്കുന്നതോടൊപ്പം തന്നെ അതിന് നന്ദിയോടെ കാണേണ്ട ആളാണ് നമ്മുടെ വികാരിയായിട്ടുള്ള ഫൊറോന വികാരിയും. 2 അധികാരമുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ആ വികാരിയും ഇടവക വികാരിയായിട്ടുള്ള സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ. നിർഭാഗ്യവശാൽ അച്ഛൻ എന്ത് ചെയ്തു, ഇങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ ഈ വലിയ ശുദ്ധനാവുമ്പോൾ എന്താ അതിശുദ്ധനാവുമ്പോൾ ദുഷ്ടൻ എന്നിട്ടാണ് അങ്ങനെ പറയൂല്ലോ, ദുഷ്ടൻ ഇതിന്റെ ഫലം ചെയ്യുന്നോ, ദുഷ്ടൻ എന്താ പറയുന്നത് പോളി, ദുഷ്ടൻ അങ്ങനെ ചെയ്യുന്നു പറയുന്നത് പോലെ ആയിപ്പോയത്. ഞാൻ നേരത്തെ പറയുന്നത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം. പഴയ കാലത്ത് ഈ വീടുകളിലേക്ക്, ഈ നായന്മാരുടെ വീടുകളിലേക്ക് പറയുന്നവർ തെറ്റ് വിചാരിക്കരുത്, പല നായർ കുടുംബങ്ങളിലേക്കും പണ്ടുണ്ടായ ഒരു സംവിധാന തിരുമേനിമാരും നമ്പൂരിമാരും കയറി വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊടുക്കുന്ന രീതിയിൽ എടുക്കണത് എല്ലാം നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾ സൗകര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അധികാരി ഉണ്ടായിരുന്ന അധികാരി അത് വിനിയോഗിക്കാതെ മാറി നിന്നു പറഞ്ഞാൽ ആ അധികാരിയെ സപ്പോർട്ട് ചെയ്ത കുഴിയെ കൂടി നാണം കെടുത്തുന്ന രീതിയിലാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ എന്ന് പറയുന്ന മഞ്ഞപ്പുറയിലെ വികാരി ചെയ്തു എന്ന് ഞാൻ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന, സഭയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്കാണെങ്കിൽ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള ഒരു തീരുമാനങ്ങൾ അദ്ദേഹത്തിനെതിരായിട്ട് ചെയ്തവരൊക്കെ നടപടി എടുത്തപ്പോൾ ആ കുര്യനെയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററെയും സപ്പോർട്ട് ചെയ്ത് ഇത് അദ്ദേഹം തന്നെ അത് നിർവഹിക്കുകയും മറ്റുള്ളവർക്ക് അവിടെ വിലസാനുള്ള അവസരം കൊടുക്കാതെ നോക്കേണ്ട ബാധ്യത ഈ സഭയെ സ്നേഹിക്കുന്ന ഊരക്കാടൻ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഉണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുകയാണ്. ഊരക്കാടൻ സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ എന്ന് പറയുന്ന ഊരക്കാടൻ്റെ വീട്ടിലുള്ള സെബാസ്റ്റ്യനെ അല്ലല്ലോ നമ്മൾ കാണുന്നത്. അദ്ദേഹം വൈദികനായതിന് ശേഷം ഈ സഭയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യാൻ വേണ്ടി, മരിക്കാൻ വേണ്ടി വരെ തയ്യാറാകേണ്ട ആളാണ്. എന്ന് പറഞ്ഞാൽ ഈ അവിടെയില്ലേ ഇവിടെയില്ല എന്ന് പറഞ്ഞ മാതിരി പീലാത്തോസിൻ്റെ കൂട്ട് കൈ കഴുകി മാറിയിക്കാനല്ല അദ്ദേഹത്തിന് ഈ സഭാ അധികാരികൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സഭയ്ക്ക് വേണ്ടി ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളതിന് ഞാൻ അദ്ദേഹത്തിനെ പ്രശംസിക്കുന്നു, നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കർത്തവ്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒഴിവായിട്ട് ഞാൻ എല്ലാത്തിനും ശുദ്ധനും മിടുക്കനും സത്യസന്ധനും വലിയ പ്രശ്നക്കാരനും അല്ലാത്ത രീതിയിൽ എന്ന് പറഞ്ഞു നിന്നാൽ ഈ പറയുന്ന യേശുക്രിസ്തുവിൻ്റെ പിൻഗാമിയാണ് ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛനെന്ന് ഞാൻ പറയില്ല. കാരണം ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതുവരെയും ജനിച്ച ആളുകൾക്ക് വേണ്ടിയും ഇനിയും ജനിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും പാപഭാരമേറ്റ് കുരിശിലേറ്റപ്പെട്ടവനാണ് യേശുക്രിസ്തു. ആ ക്രിസ്തുവിൻ്റെ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ആശയങ്ങളും വചനങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സഭാ സംവിധാനമാണ് സീറോ മലബാർ സഭ എന്ന് പറയുന്നത്. അപ്പം ആ സംവിധാനത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെ മാന്യതയോടുകൂടി ഇത്രയും ത്യാഗം ചെയ്ത ആ യേശുദേവൻ്റെ പിൻഗാമിയായി നിൽക്കേണ്ടതിന് പകരം പീലാത്തോസിൻ്റെ പിൻഗാമിയായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ഈ പറയുന്ന മഞ്ഞപ്പുറ പള്ളിയിലെ ഉണ്ടായ വിഷയം ഈ കുർബാനയോടനുബന്ധിച്ച്
പെരുന്നാളിനോടനുബന്ധിച്ചുണ്ടായ വിഷയത്തിൽ അദ്ദേഹം അങ്ങനെ പ്രവർത്തിച്ചു എന്ന് തന്നെയാണ് എൻ്റെ പൊതുവായ വിലയിരുത്തൽ. നിങ്ങൾക്ക് എന്ത് തോന്നിയാലും, ഇത് കേൾക്കുന്ന ഏത് വിശ്വാസിക്ക് എങ്ങനെ തോന്നിയാലും എനിക്ക് വിരോധമില്ല. തർക്കത്തിനുണ്ടെങ്കിൽ ഞാൻ തർക്കത്തിനും തയ്യാറാണ്. നിങ്ങൾ ഇത് വന്നാൽ മതി. ഞാൻ പറയുന്ന വിഷയങ്ങൾ വലിയ ആഗോളതലത്തിലല്ല. ഇപ്പോൾ ഈ അനുബന്ധ മേഖല, അത് ഇതുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിഷയത്തിലെ എനിക്ക് ചർച്ചയുള്ളൂ. ആ ചർച്ചയിലെ കാര്യത്തിലാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് ഊരക്കാടന് സെബാസ്റ്റ്യൻ ഊരക്കാടൻ എന്ന് പറയുന്ന വൈദികൻ, അധികാരമുള്ള അധികാരി മറ്റുള്ളവർക്ക് വിലസാനും വിരാജിക്കാനും അവസരം കൊടുത്തതിലൂടെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്ത പുതിയ അംഗങ്ങളെ പോലും നാണം കെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെന്ന് CNA എന്ന് പറയുന്ന കാത്തലിക് നസ്രാണി അസോസിയേഷൻ്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇനി എൻ്റെ കമ്മിറ്റി, എൻ്റെ ആളുകൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാലും ഞാനത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം അതുകൊണ്ട് അത് സംഭവിച്ചതൊക്കെ സംഭവിച്ചു പോയി. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വിഷയം, ഈ പറയുന്ന ജെഫി അച്ഛന് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും കുര്യ സഭയുടെ നേതൃത്വവും രൂപതയുടെ നേതൃത്വവും ഒരു മാപ്പ് കൊടുക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത് നമുക്ക് അതിൻ്റെ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞാൻ. അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അങ്ങനെ കൊടുക്കുന്നതിൽ തെറ്റില്ല. അത് ഉള്ള അധികാരം നമ്മുടെ സഭാ നേതൃത്വത്തിനും പ്രത്യേകിച്ച് രൂപതാ നേതൃത്വത്തിനും കുര്യാംഗങ്ങൾക്കും ഉണ്ട്. അവർ ചെയ്യട്ടെ. നമ്മുടെ സഭയിൽ ഒരാൾ തെറ്റ് പറ്റിയെന്ന് ഏറ്റു പറഞ്ഞാൽ പിന്നെ അവനെ ശിക്ഷിക്കേണ്ട അധികാരമൊന്നും നമ്മുടെ സഭയ്ക്കില്ല, ചെയ്യില്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ഒരു ലൈനിൽ പോകുന്ന ഒരു സംവിധാനമാണ്. അതുകൊണ്ട് അത് ചെയ്യട്ടെ എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു കാര്യം നമ്മുടെ ഊരക്കാടൻ അച്ഛൻ മനസ്സിലാക്കേണ്ടത്, അച്ഛൻ പൊത്തിലൊളിച്ച് ഇരിക്കാതെ ഈ പറയുന്ന ഇന്നും പറ്റൂലല്ലോ, നാളെയും മറ്റന്നാളുമായിട്ട്, ഇപ്പോൾ പണ്ടേ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ അദ്ദേഹം നാളെയും മറ്റന്നാളുമായിട്ട് നമ്മുടെ ഈ പറയുന്ന പള്ളിയിൽ കുർബാന എത്തിക്കുകയും, അത് പറയണം, ഞാനിത് ഏകീകൃത വിശുദ്ധ കുർബാനയാണ് അർപ്പിക്കുകയുള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് കൂടാൻ സഹകരിക്കാമെന്ന് പറഞ്ഞാൽ ആ കുർബാന തൻ്റെ ഇടത്തോടുകൂടി അർപ്പിക്കുകയും അർപ്പിക്കുകയും ചെയ്തതിന് ശേഷം ഈ പറയുന്ന അദ്ദേഹത്തിനെ ഇൻസൾട്ട് ചെയ്ത വൈദികന് ഒരു മാപ്പപേക്ഷ കൊടുത്താൽ അതിന് നമുക്കൊരു സഭയുടെ അനുകൂലികളായിട്ടുള്ള നമ്മൾക്കൊരു വിജയമുണ്ടായിരുന്നു. മറിച്ച് ഇപ്പം അദ്ദേഹം കുർബാന എത്തിക്കാതിരിക്കുകയും ഈ പറയുന്ന സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛൻ എന്ന് പറയുന്ന വൈദികൻ എന്ന് പറയുന്ന മഞ്ഞപ്പുറ ഫെറോന അധികാരിയും ഇടവക വികാരിയുമായിട്ടുള്ള ആൾ കുർബാന എത്തിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ട് അദ്ദേഹത്തിന് പ്രവേശനം നമ്മുടെ സഭയിൽ മറ്റുള്ള കാര്യങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും അനുമതിയും നമ്മുടെ നേതൃത്വം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ വിലയിരുത്തുന്നത് വിമതരായിട്ടുള്ള ആളുകൾ ഉയർത്തിയ ശബ്ദത്തെ നമ്മുടെ കുര്യ നേതൃത്വവും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും അംഗീകരിച്ചു എന്നുള്ളതാണ്. അതായത് അവർ ഒരു പരിധിവരെ വിജയിച്ചു എന്നുള്ളതാണ്. അതിനുള്ള ഒരു അവസരം കൊടുക്കാതെ നോക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്വവും സഭയെ സ്നേഹിക്കുന്നു എന്ന് പറയപ്പെടുന്ന സെബാസ്റ്റ്യൻ ഊരക്കാടൻ അച്ഛന് കൃത്യമായിട്ടുണ്ട് എന്ന് എൻ്റെ ഈ വോയിസിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ എൻ്റെ വോയിസ് അദ്ദേഹം കേൾക്കട്ടെ. ഞാൻ വലിയ അധികാരിയും ഒന്നുമല്ല, എന്നില്ലാതെ കേൾക്കണം എന്ന് ഞാൻ പറയുന്നത്. അതായത് അദ്ദേഹത്തിനെ ഏൽപ്പിച്ച ദൗത്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയിട്ട്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സെബാസ്റ്റ്യൻ ഊരക്കാടൻ എന്ന് പറയുന്ന ഒരേ വ്യക്തിയെ അല്ല നമുക്ക് ആവശ്യം. സെബാസ്റ്റ്യൻ ഊരക്കാടൻ എന്ന് പറയുന്ന ആൾ വൈദികനായിട്ടുള്ള സഭയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ചെയ്തികളാണ് നമുക്ക് ആവശ്യം. ആ ചെയ്തികൾ അദ്ദേഹം അനുവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ നമ്മൾ പരിശോധിക്കപ്പെടേണ്ടത്. അവിടെ അദ്ദേഹത്തിന് ഭംഗം വന്നിട്ടുണ്ട് എന്നാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മരിക്കാൻ തയ്യാറാവണം. ക്രിസ്തു അങ്ങനെയല്ലേ ചെയ്തത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന് അത്ര ഉപദ്രവിക്കുന്നു തോന്നിയാൽ അങ്ങനെ പേടിക്കേണ്ട കാര്യം എന്താ? അപ്പം അതുകൊണ്ട് ആ കാര്യത്തിൽ നിന്ന് അദ്ദേഹം പിന്നോട്ട് പോയത് ശരിയല്ല എന്നും ഞാൻ അസന്നിഗ്ധമായി പറയുന്നു. ഇത് നിങ്ങൾ മറ്റുള്ള ഗ്രൂപ്പിലേക്കും പ്രചരിപ്പിക്കുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല. ഈ ഊരക്കാടൻ അച്ഛനെ അറിയിക്കുന്നതിലും എനിക്ക് വിരോധമില്ല. ഞാൻ ഇന്നത്തെ അദ്ദേഹത്തിനെ കാണണമെന്ന് വിചാരിച്ച ആളാണ്. കഴിയുമെങ്കിൽ നാളെ കാണാൻ ശ്രമിക്കുന്നുണ്ട്, അദ്ദേഹം അവസരം തന്നാൽ. എനിക്ക് തോന്നുന്നില്ല നമ്മളൊന്നും വിളിച്ച ഫോൺ പുള്ളി എടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് എൻ്റെ അഭിപ്രായം ഈ മഞ്ഞപ്പുറ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഈ ജെഫി എന്ന് പറയുന്ന വൈദികന് ക്ഷമ കൊടുക്കുന്നതിലൊന്നും തെറ്റില്ല. അത് നമ്മുടെ സഭയുടെ ലൈൻ അതാണ്. തെറ്റ് ചെയ്തവൻ മാപ്പ് പറഞ്ഞാൽ അത് ക്ഷമിക്കണം. നമ്മുടെ ക്രിസ്തു പറഞ്ഞിരിക്കുന്നതും അത് തന്നെയാണ്. പക്ഷേ ഈ കാര്യം കാണാൻ വേണ്ടി കഴുത
കാല് പിടിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ കഴുതയുടെ കാല് മറ്റൊരാൾ പിടിക്കുന്നത് പോലെയോ ചെയ്യുന്നതാവരുത്. നേരത്തെ ഈ ഡീക്കന്മാരുടെ കാര്യം പറഞ്ഞ കാര്യം പാലം കിടക്കോളം നാരായണ നാരായണ എന്നതിന് ശേഷം കൂരായണ എന്ന് പറയുന്ന സ്ഥിതിയാവാതെ നോക്കേണ്ട ബാധ്യതയും ഈ ക്ഷമ മാപ്പ് കൊടുക്കേണ്ടവരും ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഒപ്പം ഈ ഈ ഈ ഈ പറയുന്ന ജെഫി അച്ഛൻ, നമ്മളുടെ കണ്ണിൽ ജെഫി അച്ഛൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ജെഫി അച്ഛനേക്കാളും പോലെ തന്നെ തെറ്റ് ചെയ്ത ആളാണ് ഒരു സഭാ സ്നേഹിയായിട്ടുള്ള ഊരക്കാടൻ അച്ഛനെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് ഞാൻ പറഞ്ഞത് തെറ്റ് വിചാരിക്കരുത്, എന്നെ കുറ്റപ്പെടുത്തുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടാൽ, ഇത് കേട്ടിട്ട് ആരെങ്കിലും അഭിപ്രായം ഏതെങ്കിലും ഗ്രൂപ്പ് ഇട്ടാൽ എനിക്ക് കഴിയുമെങ്കിൽ ഞാൻ കേട്ടാൽ മറുപടി പറയാം. ഓക്കെ.